കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോയി. ഭരണം മാറിയിടണമെന്നാണ് ആഗ്രഹം. എപ്പോഴും അങ്ങനെ ആവണം, ചേഞ്ചസ് ഉണ്ടാവണം. ആക്ച്വലി ലാസ്റ്റ് ടൈമിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതുപോലെ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ആക്ച്വലി ആളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറണം. ആസ് എ ചീഫ് മിനിസ്റ്റർ ഹി ഷുഡ് ബി പൊളൈറ്റ് ടു ദാറ്റ് ഹർ പീപ്പിൾസ്, ഹിസ് പീപ്പിൾസ്. ഓക്കെ, പിണറായി സർക്കാർ വരാണ്ടിരിക്കണം നല്ലത്. ആ പാർട്ടിയുടെ നല്ലതിനും കേരളത്തിലെ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി ഇനിയൊരു തുടർ ഭരണ ആവശ്യമില്ല ഞങ്ങൾക്ക് കൂടെ. അപ്പൊ ഇടതും വലുതും അല്ലാത്ത മറ്റൊരു മുന്നണിയാണ് കേരളത്തിന് ആവശ്യം. വികസന രാഷ്ട്രീയം, വികസിത കേരളം. പിണറായി വിജയൻ വീണ്ടും വരും. അടുത്ത 3ാം വട്ടവും അവർ അധികാരത്തിൽ വരും. ഞാനടക്കം വനിതകൾ ആഗ്രഹിക്കുന്നതും LDF ഭരണം എന്നുള്ളതാണ്. പിന്നെ സർക്കാർ വരണമെന്നാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം വരികയാണെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി വല്ല നല്ല ചെയ്യണ്ട. വികസനം എന്ന് പറയുന്നുണ്ട്. വെറുതെ ഒരു പടം കണ്ടില്ലേ ഇവിടെയൊക്കെ വരച്ചു വെച്ചേക്കണം, മറ്റേ വണ്ടി, ഒരു വലിയ ജെന്റിൽമാൻ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? സ്വർണ്ണം കൊണ്ട് ആൾക്കാർ വീട്ടിൽ കൊണ്ട് വെച്ചു, അതൊക്കെ കഴിഞ്ഞു. വരും 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 വോട്ട് ചെയ്യും. പിണറായി വിജയൻ വീണ്ടും വരും. അടുത്ത 3ാം വട്ടവും അവർ അധികാരത്തിൽ വരും. പിന്നെ എറണാകുളത്തെ വെച്ച് എറണാകുളം UDFന്റെ ഒരു കോട്ടയാണ്, അതുകൊണ്ട് ഇവിടെ UDF ജയിക്കുള്ളൂ. പിണറായി സർക്കാർ വരാണ്ടിരിക്കണം നല്ലത്. ആ പാർട്ടിയുടെ നല്ലതിനും കേരളത്തിലെ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി ഇനിയൊരു തുടർ ഭരണ ആവശ്യമില്ല ഞങ്ങൾക്ക് കൂടെ. കാരണം ഈ 10 വർഷം കൊണ്ട് ജനങ്ങൾ മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഭരണമാറ്റം എന്തായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോ ഇടതും വലതും അല്ലാണ്ട് വേറൊരു മുന്നണിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് മൂന്നാമത് ഇപ്പോൾ ഒരു ഓപ്ഷൻ BJP ആയിട്ട് വളർന്നിട്ടുണ്ട്. അവരുടെ ഭരണം എങ്ങനെയാണെന്ന് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു 3ാം മുന്നണി. അതായത് അത് NDA സഖ്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ഭരണം ഇപ്പൊ നിലവിൽ കോർപ്പറേഷൻ കിട്ടിയിട്ട് വലിയ കുഴപ്പമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയിട്ട് അവിടെ VV രാജേഷ് നല്ല രീതിയിൽ തന്നെ ഭരണം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ പുതിയൊരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഊന്നിയും സാധാരണക്കാർക്ക് ഊന്നിയിട്ടുള്ള ബജറ്റാണ് അവിടെ. അത് സാധാരണക്കാർക്ക് കൂടുതലും ഉപകാരപ്രദമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇടതും വലുതും അല്ലാത്ത മറ്റൊരു മുന്നണിയാണ് കേരളത്തിന് ആവശ്യം. വികസന രാഷ്ട്രീയം, വികസിത കേരളം. അതാണ് കേരളത്തിന് ഇനി ആവശ്യം. നാടിന്റെ വികസനത്തിനായി പിണറായി സർക്കാർ തന്നെ വരണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ വനിതകൾക്കായുള്ള ഒരുപാട് പുരോഗമന പെൻഷനുകളും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്യുന്ന LDF തന്നെയാണ്. അതുകൊണ്ട് ഞാനടക്കം വനിതകൾ ആഗ്രഹിക്കുന്നതും LDF ഭരണം എന്നുള്ളതാണ്. പിന്നെ സർക്കാർ വരണമെന്നാണ് ആഗ്രഹം. ജനങ്ങളോടുള്ള താല്പര്യം അത് തന്നെയാണ്, ഞങ്ങൾക്കൊക്കെ താല്പര്യം ഒക്കെ തന്നെയാണ്. പിന്നെ ചെയ്ത കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പല അനുഭവങ്ങളും നമുക്കറിയാവുന്നതാണ്. പല ദുരന്തങ്ങളും ഉണ്ടായിട്ട് അതിനൊക്കെ എല്ലാം മോചനമായി ജനങ്ങൾക്ക് ഒപ്പം സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ നിന്ന് വീണ്ടും താല്പര്യമുണ്ട്. ഇനിയിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരും ഒന്നാലും ഇതൊക്കെ തന്നെ അവനവൻ്റെ നിലനിൽപ്പ്, ജനങ്ങൾക്ക് വേണ്ടിയില്ല. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം വരികയാണെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി വല്ല നല്ല ചെയ്യണ്ട. വികസനം എന്ന് പറയുന്നുണ്ട്. വെറുതെ നമുക്ക് സമൂഹത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. സ്ത്രീപക്ഷ കേരളം എന്നുള്ള ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. പിന്നീട് കേരളത്തിൻ്റെ വികസനം നോക്കുമ്പോൾ സ്ത്രീപക്ഷ കേരളം എന്നുള്ള നിലയിലേക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം വീട്ടമ്മമാർക്കുള്ള പെൻഷൻ അടക്കം 11 ലക്ഷം പേർക്ക് ആ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും. സാമൂഹ്യക്ഷേമ പെൻഷൻ 64 ലക്ഷം പേർക്ക് കൊടുക്കുമ്പോൾ ആ കൂടെയാണ് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ അടക്കം കൊടുക്കുന്നത്. അപ്പം വീണ്ടും അധികാരത്തിലേക്ക് വരേണ്ടത് ഇടതുപക്ഷ സർക്കാരാണ്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോയി. മറ്റു സ്റ്റേറ്റുകൾ പോലെ തന്നെ അധപ്പതനത്തിൻ്റെ ഭാഗമായിട്ട് മാറുമെന്നുള്ളതാണ്. ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ സർക്കാർ വരണം. അല്ലെങ്കിൽ കോൺഗ്രസ് എല്ലാം BJPയിലേക്ക് കടന്ന് അവർ കൂട്ടുകെട്ടിൻ്റെ ന്യായമായിട്ട് ആ പ്രവർത്തനം ആരംഭിക്കും. 3ാം പിണറായി സർക്കാരിന്റെ ഭരണം വരുവാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു അഭിപ്രായമില്ല. ഭരണം മാറിയിടണമെന്നാണ് ആഗ്രഹം. എപ്പോഴും അങ്ങനെ ആവണം, ചേഞ്ചസ് ഉണ്ടാവണം. ആക്ച്വലി ലാസ്റ്റ് ടൈമിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതുപോലെ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്.
ആക്ച്വലി ആളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറണം. ആസ് എ ചീഫ് മിനിസ്റ്റർ he should be polite to that her peoples, his peoples, okay? So he's not a people person. Yeah. വളരെ അഡമൻ്റ് ആണ്. അതൊന്നും ആക്ച്വലി ഒരു ഡെമോക്രാറ്റിക് രീതിയിലേക്ക് വരുമ്പോൾ അതൊന്നും ആപ്റ്റില്ല. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചുള്ളതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. പെൻഷനോ കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, അവർ അടിസ്ഥാനമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എങ്കിലൊരു ചേഞ്ച് അത്യാവശ്യമാണ്. ഞാനൊരു പാർട്ടിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, എങ്കിലും UDF വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ബിക്കോസ് UDF ആരാണെങ്കിലും അവരെ നയിക്കാൻ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് ഇപ്പം നിലവിൽ തന്നെ. ഈവൻ യൂത്ത് ആണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ കയറി വരണം. നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലാണെങ്കിലും റവന്യൂ ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള യൂത്ത് ലീഡേഴ്സ് ഇപ്പോൾ അവർക്കുണ്ട്. അപ്പോൾ അവർ വരുന്നതാണ്. ഇനിയിപ്പം അവർക്ക് കയറി വരാനും ബുദ്ധിമുട്ടാണ്. LDFനും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈം നടന്ന സംഭവം തന്നെ നടന്നത് കഴിഞ്ഞില്ലേ, വീണ ജോർജിട്ട്. ആ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് വളരെ ആക്ടിങ് ആയിട്ടുള്ള രീതിയിലാണെന്നുള്ളത്. റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് വന്നിട്ടില്ല. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ചേഞ്ചസ് ഉണ്ടാവണം. നെക്സ്റ്റ് പാർട്ടി വരണം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇതുവരെ ഒരു 10 കൊല്ലമായിട്ടൊരു പ്രശ്നമില്ല. നല്ല ഭരണമാണ്. ഇനിയും തുടരണം എന്നാണ് ആഗ്രഹം. പെൻഷനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്ക്. അപ്പം അതുകൊണ്ട് ഈ സർക്കാർ തന്നെ തുടരട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അതിന് ദൈവാനുഗ്രഹവും സർക്കാരിന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അഭിപ്രായമൊന്നുമില്ല. മാക്സിമം നല്ല ഭരണം തന്നെയാണ്. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് സർക്കാർ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ സർക്കാരിനെ സംബന്ധിച്ച്. അത്രേ ഉള്ളൂ. ഓക്കെ. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കണ കാര്യമാണ്. ശബരിമല സ്വർണ്ണം കൊണ്ട് ആൾക്കാരെ വീട്ടിൽ കൊണ്ട് വെച്ചു. അതൊക്കെ കഴിഞ്ഞു. വേണം. വികസനം തന്നെ. വികസനം അതേപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ ബെറ്ററാണ്. ഇപ്പോൾ ലൈഫ് പദ്ധതിയിലൂടെയൊക്കെ വീട് നൽകിയതും അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച ഭരണമാണ്. വരും. കാരണം എന്ന് പറഞ്ഞാൽ അതേപോലെ ജനസേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗത്തും, ആരോഗ്യരംഗത്തും പിന്നെ മറ്റേ വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും കുതിച്ചാട്ടം തന്നെ നടത്തിയിരിക്കണേ. ഒരു പടം കണ്ടില്ലേ ഇവിടെയൊക്കെ വരച്ചു വെച്ചേക്കണം, മറ്റേ കിൻഫ വണ്ടി, ഒരു വലിയ ജെന്റിൽമാൻ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അതിലുണ്ടല്ലോ എല്ലാം ഉണ്ട് അതിനകത്ത്. അത്രേ ഉള്ളൂ. അതൊക്കെ കാണിച്ചുകൊണ്ട് വീണ്ടും സർക്കാർ തന്നെ അധികാരത്തിൽ വരും.